എസ് മാക്സിൽ ഫ്ലോർ ജനറേറ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ഫയൽ വേണം. ഫയൽ വേണ്ടവർ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ഹൗ ടു ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കോപ്പി എന്ന് പറയുന്ന കോപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്ലോർ ജനറേറ്റർ മാക്സ് 2024 അതേപോലെ മൾട്ടി ടെക്സ്ചർ മാക്സ് 2024. നമ്മൾ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നത് ആ വേർഷൻ്റെ ഫയലാണ് കോപ്പി ചെയ്യേണ്ടത്. ആ കോപ്പി ചെയ്യേണ്ട ലൊക്കേഷന് സീല് പ്രോഗ്രാം ഫയൽസിൽ ഓട്ടോഡെസ്ക് 3ds Max 2024 പ്ലഗിൻസ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 23 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 23 ആക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന വേർഷൻ 24 ആണ്. അപ്പോൾ ആദ്യം ഞാനിതാ ഈ ഒരു ടെക്സ്റ്റ് കോപ്പി എടുക്കുന്നുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl+C കൊടുക്കുക. ഇനി ഇവിടെ ഈ വിൻഡോൻ്റെ സ്റ്റാർട്ട് ബട്ടൻ്റെ അവിടെ സെർച്ച് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് Ctrl+V കൊടുത്തു. ഇവിടെ മാക്സിൻ്റെ ഫോൾഡർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഫയലിലേക്ക് ഈ 2 ഫയൽസ് കോപ്പി ചെയ്യണം. ഫ്ലോർ ജനറേറ്റർ മാക്സ് 24 കോപ്പി എടുത്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു, കണ്ടിന്യൂ കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മൾട്ടി ടെക്സ്ചർ. ഇപ്പോൾ നമ്മൾ 23 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 23 എന്ന് പറയുന്ന ഫയലാണ് കോപ്പി ചെയ്യേണ്ടത്. അതേപോലെ മൾട്ടി ടെക്സ്ചറും 23 ആണ് കോപ്പി ചെയ്യേണ്ടത്. ഇപ്പോൾ 24 ആയതുകൊണ്ട് മൾട്ടി ടെക്സ്ചറും അതേപോലെ ഫ്ലോർ ജനറേറ്ററും 24 കോപ്പി ചെയ്യുന്നുണ്ട്. Ctrl+C കൊടുത്തു, Ctrl+V കൊടുത്തു, പേസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്ലോർ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ മാക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. മാക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ പ്ലെയിൻ എടുത്ത് വരച്ചിട്ടുണ്ട്. മോഡിഫൈയിൽ വരാം. ഒബ്ജക്റ്റ് ആദ്യം സെലക്ട് ചെയ്തു, മോഡിഫൈയിൽ വന്നു, ഫ്ലോർ ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫ്ലോർ ജനറേറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഫ്ലോർ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്.